من الشيطان الرجيم بسم الله എന്റെ പൊന്നു തകർന്നപ്പോ ആക്കണം എന്താണ് മനസ്സിലാക്കേണ്ടത്? അന്നല്ലായത്ത ഇപ്പറഞ്ഞ ആയത്ത് ഏതായത് ദാലികൽ കിതാബുൽ ലാ റൈബ ഫീഹി ഹുദൽ മുത്തഖീന എന്നുള്ള ആയത്താകുന്നത് തഹ്തമിലു ഔജുഹം മിനൽ ഇറാബ് ഇറാബിനാൽ പല വിഭാഗത്തിനും പറ്റും. ഒന്ന് യകൂന അലിഫ് ലാം മീം എന്നത് മുബ്തദയായിക്കോട്ടെ. അലിഫ് ലാം മീം എന്ന അലാനോ ഇസ്മുൽ ഖുർആൻ അവി സൂറ എന്ന്, അല്ലെങ്കിൽ അവിൽ മുഖദ്ദറു ബിൽ മുഅല്ലഫി മിൻഹാ എന്ന്. അലിഫ് ലാം മീനാൽ ഘടനയാക്കപ്പെട്ടതോകുന്നത് എന്ന് പറയാം. അലിഫ് ലാം മീം അലിഫ് ലാം മീനാൽ ഘടനയാക്കപ്പെട്ടതാകുന്നത് ദാലിക്കയാകുന്നു. അപ്പോൾ ദാലിക്ക എന്നുള്ളത് ഖബറു. അലിഫ് ലാം മീമിനാലും ഞാൻ ഒരു കൂപ്പൺ തരും, നമ്മൾ വയസ്സിനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ. വൈങ്കാന അഖസ മിനൽ മുഅല്ലഫി മുത്തലഖൻ മുത്തലഖൻ മുഅല്ലഫിനേക്കാൾ അഖസാണ് ദാലിക്കൽ കിതാബ് എങ്കിലും മുഅല്ലഫ് ഇവകളാൽ മുഅല്ലഫ് അലിഫുൽ ലാം മീമിനാൽ മുഅല്ലഫ് കിതാബ് മാത്രമല്ലല്ലോ, ഒരുപാടില്ല. അപ്പൊ ഒന്ന് ആമായി മറ്റേ ഖാസായി. ആമും ഖാസും വരുമ്പോൾ ഖാസിനെ മുബ്തദയാക്കി മൗദൂആക്കി ആമിനെ ഖബറാക്കല വേണ്ടത്. അൽ ഇൻസാനു ഹൈവാൻ എന്ന് പറയല വേണ്ടത്. ഇവിടെ പറഞ്ഞത് ഇപ്പൊ അൽ ഹൈവാനു ഇൻസാൻ എന്നായി. അപ്പൊ നമ്മൾ പറഞ്ഞു അൽ ഹൈവാനു അലിഫ് ലാം മീം എന്നാൽ മുഅല്ലഫ് മുഅല്ലഫു എങ്ങനത്തെ മുഅല്ലഫാണ് കണ്ടാ. വല്ലസുലു ഏറ്റവും അടിസ്ഥാനമായത് അന്നൽ അഖസ അഖസിനെ ലാ യുഅമലു മഅമൂലാക്കപ്പെടുകയില്ല എന്നതാണ്. അലൽ ആമി ആമിന്റെ മേൽ മഅമൂലാക്കിക്കൊണ്ട് ആമിനെ മൗദൂആക്കി അഖസിനെ മഅമൂലാക്കുകയില്ല എന്നതാണ് അസ്ല്. എന്നാൽ തന്നെയും ഇവിടെ തകരാറില്ല എന്നതിന്റെ കാരണം അന്നൽ മുറാദ ബിഹി ഈ മുഅല്ലഫ് ഇവകൾ കൊണ്ട് മുഅല്ലഫാവുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അൽ മുഅല്ലഫുൽ കാമിലു ഫീ തൈലീഫിഹി അതിന്റെ തൈലീഫിൽ പരിപൂർണമായ മുഅല്ലഫും അൽ ബാലിഗു അഖ്സാ ദറജാത്തിൽ ഫസാഹത്തി ഫസാഹത്തിന്റെ ദർജയിൽ അങ്ങേയറ്റം എത്തിച്ചതും വമറാത്തിബിൽ ബലാഗത്തി ബലാഗത്തിന്റെ മർത്തബയിലും അങ്ങേയറ്റം എത്തിച്ച മുഅല്ലഫാണ്. അപ്പൊ ആ ആമിന് എന്ത് ചെയ്തു? മൗദൂആയി വന്ന ആമിന് കുറെ വിശേഷണങ്ങൾ അങ്ങ് കൊടുത്തിട്ട് എന്ത് ചെയ്തതാണ്? ഖാസിനെ മഅമൂലാക്കിയതാണ്. അതിന് തകരാറില്ല. അൽ ഹയവാനുൽ ആലിമുൽ ഫാഹിമുൽ ഫഖീഹു എന്നൊക്കെ പറഞ്ഞിട്ട് സെയ്ദിന് എന്ത് ചെയ്യാം? നമുക്ക് ഖബറാക്കുന്നതിന് തകരാറില്ല എന്ന് തിരിഞ്ഞാ. വൽ കിതാബ് എന്നുള്ളത് സിഫത്ത് ദാലിക ദാലിക്കയുടെ സിഫത്താകുന്നു. അയ്യക്കൂനിന് വേറൊന്നു അയ്യക്കൂന അലിഫ് ലാം മീം അലിഫ് ലാം മീം എന്നതാകാം ഖബറ മുബ്തദയും മഅദൂബൻ മഅദൂബായ മുബ്തദയുടെ ഖബറായിക്കോട്ടെ. ദാലിക എന്നതാകാം ഖബറൻ സാനിയൻ ആകാം, അല്ലെങ്കിൽ ബദലൻ ആകാം. അലിഫ് ലാമിൽ നിന്ന് ബദലായിട്ട് മനസ്സിലായില്ലേ? വൽ കിതാബ് സിഫത്തുഹും ആക്കാം എന്ന്. പിന്നെ അപ്പൊ അങ്ങനെ കഴിഞ്ഞു. ഹാദാ അലിഫ് ലാം മീം നോക്കണം. അന്നേരം കളയപ്പെട്ട മുത്തല ഖബറാക്കുമ്പോഴേ ഹാദാ അലിഫ് ലാം മീം നോക്കണം. അന്നൽ മുറാദ് ബിൽ മുഅല്ലഫുൽ കാമിലു തഅലീൻ ലിഖൗലി വദാലിക ഖബറുഹു വഇസാലത്തുൽ ലിമാ ഫീ മിൻ ഇസ്തിബാദി യഅനി അന്നൽ മുറാദ് ബി അലിഫ് ലാം മീം അൽ മുഖദ്ദർ ബിൽ മുഅല്ലഫ് ലൈസ മുത്തലഖൽ മുഅല്ലഫ് അല്ല. അങ്ങനെ ആകുമ്പോൾ ലിയമാതലാസിൽ ഹംലു ബലിൽ മുറാദ് ബിൽ മുഅല്ലഫുൽ കാമിലു ആണ്. അൽ ഇൻസാനു ദാലിക റജുലു എന്ന് പറഞ്ഞാണ് കായിൻ വലൗലാ തബീലുൽ ലസിമ അമലുൽ അഖസ ലം വ ഖിലാഫുൽ അസ്ലാണ്. പിന്നെ അങ്ങനെയൊക്കെ കുറെ പറഞ്ഞു. അയ്യക്കൂന അലിഫ് ലാം മീം ഖബറ മുബ്തദഇ മഅദൂബൻ ഐ ഹാദിഹി സൂറത്തുൽ മഅറൂഫത്തു ബികമാലിൽ ബലാഗത്തി വൽ ഹിദായത്തി, അല്ലെങ്കിൽ ആദൽ ഖുർആനുൽ മഅറൂഫ് ബിഹാ മുസമ്മാത്തുൻ ബിഹാദൽ ഇസ്മി അവൽ മുസമ്മാ ബിഹി
ഔ മുഅല്ലഫത്തുൻ മിൻ ജിൻസി ഹാദിഹിൽ ഹുറൂഫി അല്ലത്തി അല്ലഫു മിൻഹാ കലാമഹും എന്നൊക്കെ ഒരു ഖബർ ഒരു മുഹ്തസ സങ്കല്പിച്ചിട്ട് അലിഫ് ലാം മീം എന്നതിനെ എന്ത് ചെയ്യാം? ഖബറാക്കാം. ഖൗലുഹു തആല ദാലിക എന്നുള്ള ഖബറും സാനും മുബ്തദൻ മഅ്ദൂഫും ബദലും മിൻ ഖബറിൽ അവലി ഹുവ അലിഫ് ലാം മീം വൽ കിതാബു സിഫത്തു ദാലിക അല തഖ്ദീറൈനി. ഏതാ ഇനി കഴിഞ്ഞു. അങ്ങനെ ഇറാബും പറഞ്ഞു. ഇനി എന്താ? ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞല്ലോ. റൈബ എന്നുള്ളത് ഫിൽ മശ്ഹൂറത്തി, മശ്ഹൂറത്തായ ഖിറാഅത്തിൽ ഖാരിഈങ്ങളുടെ ഇടയിൽ മശ്ഹൂറായത് എന്ന് ഉണ്ടോ? ലാ റൈബ അലാ അന്നഹു മബ്നിയുൻ, അത് മബ്നിയാണ്. മഅന മിന്നിന്റെ മഅനയെ അത് തദ്മീൻ ചെയ്തതാണ്. ലാ റൈബ ഫീഹി ഇൻസിബ് അല ഇൻസിബ് ഇല്ലേ? സബരിയത്തിന്റെ ലാ കൊണ്ട് വരുമ്പം നസ്ബ് ചെയ്യണമെന്നല്ലേ? അപ്പൊ ലാ റൈബ എന്നുള്ളത് പത്തത്തിന് അഭിനയാണ്, മൻസൂബിൻ മഹല്ലിയാണ്. അലാ അന്നഹു ഇസ്മുൻ, ഇസ്മു ലായുടെ ഇസ്മാണ്. എന്തെങ്കിലത്തെ ലായാണ് നാഫിയത്തിൽ ജിൻസ്, ജിൻസിനെ ചെയ്യുന്ന ലായുടെ നസ്ബാണ്. അപ്പൊ മഹല്ല് നസ്ബാണെന്നതിന്റെ അർത്ഥം അഭിനീനൽ ഫത്ഹ് ആണെന്നതിന്റെ അർത്ഥം അല്ലാമിലത്തി അമല ഇന്നയുടെ അമൽ ചെയ്തു എന്നാണ്. അല്ല അന്ന കാരണം ഈ ലാ അല്ല അന്ന ലായാകുന്നത് നഖീലത്തുഹോ, ഇന്നയുടെ നഖീലാണ് ലാ എന്നുള്ളത്. അത് ശരി. ഇന്ന ഇസ്ബാത്തിന് വേണ്ടിയിട്ടാണ് ലാ എന്നുള്ളതോ നഫീക്ക് വേണ്ടി. അതാണ്ട് നഖീലൊക്കെ പറഞ്ഞ് ഇവിടെ ഇത്രേ ഉള്ളു. ഇവിടെ നിങ്ങൾ വലിയ വലിയ കളിയൊന്നും കൂട്ടിക്കൊണ്ടുവരല്ലേ. ദർസമാനത്ത് ഇങ്ങനെ വെട്ട് ഒക്കലൊക്കെ ചോദിച്ചോളല്ലേ ഇവിടെ. ജിൻസിനെ ചെയ്യുന്ന ലാ നക്കറയാകുമ്പോഴെന്താവും? നക്കറയായ മുഫ്രദത്തായ നക്കറയാമ യുബ്ന അലാ മാ യൻസുബിഹി ഇതളമനി മഅൽ അർബി വ മിനൽ ഇസ്തിഗ്റാഖിയത്തി കനൗ ഖീല ഹൽ മിൻ റൈബിൻ ഫീഹി. ഇതിൽ വല്ല റൈബ് ഉണ്ടോ ചോദ്യം. അവ ലാ മിൻ റൈബിൻ എന്ന് ഒന്നുമില്ല. മശൂറല്ലാത്ത ഖിറാഅത്ത് എന്നതിന് വേറെ ഉണ്ടായിരിക്കും. ലാ റൈബുൻ എന്ന് എഴുതിയിട്ടുണ്ട്. ലാ റൈബുൻ എന്ന് വായിച്ചിട്ടുണ്ട് ചില ആൾക്കാരെ. മശൂറായ ഖിറാഅത്തനുസരിച്ച് ലവലേശവും റൈബില്ലാന്ന് വരും. മശൂറല്ലാത്ത റൈബില്ലെന്ന് വരത്തുള്ളൂ, ലവലേശം ഒന്നും വരത്തില്ല എന്ന് വരും. കേട്ടാ? പിന്നെ ലാ റൈബ ഫീഹി എന്നുള്ളത് ഖബറുഹുന്നു എന്നാ. ലാസിമത്തുൻ അത് ലാസിമാക്കുന്നതുമാണ്. ലിൽ അസ്മായി ഇസ്മുകളെ ലാസിമാക്കുന്നതുമാണ്. ലായേ കാരണം എന്താ? ഏത് ലാസിമാക്കും? ലാസിമത്തുൻ ഈ അമല ലാ എന്നുള്ളത് അമല ഇന്നയാണ്. അല്ലാമിലത്ത് അമല ഇന്നയാണ്. ലാസിമത്തുൻ ലിൽ അസ്മായി ഇസ്മുകളെ ലാസിമാക്കുന്നതും ആണ്. എന്ത് ലാസിമാക്കൽ? ലുസൂമഹ ഇന്നയുടെ ലാസിമാക്കൽ. ലായ ലാസിമാക്കൽ ഇന്ന എന്നുള്ളത് എവിടെയാ കടന്നു വരിക? ഇസ്മിനല്ലേ കടന്നു വരിക. പിന്നെ പിന്നെന്താ? വഫീ ഖിറാഅത്തി അബി ശഅസാ മശൂറിന്റെ മുഖാബല പറയുന്നത് മർഫൂഉൻ ബിലല്ലത്തി ബിമഅനാ ലൈസ എന്ന്. വഫീഹി എന്നുള്ളത് ഖബറുഹു ലായുടെ ഖബറാണ്.
എന്നാൽ ലാ ഫീഹ ഖൗലുൻ എന്ന് ഖുർആനിലില്ലേ, അതേപോലെ എന്ത് ഇവിടെ പറയാനത്? ലാ ഫീഹി റൈബുൻ എന്ന് പറയാതെ ലാ റൈബ ഫീഹി എന്തേ പറഞ്ഞു? വേണ്ട, അതിപ്പം ലാ ഫീഹി റൈബുൻ എന്ന് പറയുമ്പം ഇതിൽ റൈബില്ല എന്നുള്ളൂ, വേറെ ഉള്ളതിലൊക്കെ റൈബുണ്ടെന്ന് വരും. മനസ്സിലായില്ല? അപ്പൊ ഇതില് റൈബില്ലാന്ന് അന്നേരം ലാഫി ഇക്കിത്താബിലില്ല റൈബ്. അപ്പൊ അതിനൊരു തോന്നിച്ചത് അള്ളാഹുവിന്റെ മറ്റു കിതാബുകളിലൊക്കെ റൈബുണ്ടോ? ലാഫിഖൗലുൻ എന്ന് പറഞ്ഞല്ലേ, ഇക്കള്ളിൽ എന്തില്ല, മസ്താക്കുന്നതില്ല. സ്വർഗത്തിലെ കള്ളിനെ പറ്റി പറഞ്ഞു. അപ്പൊ അവിടെ തഫ്സീസാക്കിയ എന്താ? ദുനിയാവിന്റെ കള്ളില് മസ്താക്കലുണ്ടെന്നാണല്ലോ അതിന്റെ അർത്ഥം. അതേപോലെ എന്ത് ലാഫീഹി റൈബുൻ, ഈ കിതാബിൽ റൈബില്ല എന്ന് പറയുമ്പോ എന്തായി? അള്ളാഹുവിന്റെ മറ്റു കിതാബുകൾ റൈബുണ്ടെന്ന് തോന്നിപ്പിക്കൽ വരും. അതുകൊണ്ട് എന്ത് ചെയ്തില്ല, അവിടെ മുന്തിച്ചതുപോലെ ഇവിടെ മുന്തിച്ചില്ല. തഖ്സീസിനെ വഹ്മ ചെയ്യാൽ വരും. അതാണ് വലം യുഖദ്ദം, ഇവിടെ മുന്തിക്കപ്പെട്ടില്ല. അല്ലെ വലം യുഖദ്ദില്ല, അല്ലാഹു തആല വെറുതെ ഇരിക്കില്ല. വലം യുഖദ്ദിം, അല്ലാഹു മുന്തിച്ചില്ല ഈ ഖബറിനെ. കമാ ഖദ്ദമ, അല്ലാഹു തആല മുന്തിച്ചിട്ടുണ്ടല്ലോ ഫീ ഖൗലിഹി തആല, അവന്റെ ഖൗലില് ലാ ഫിയാ ഖൗലു. കാണാതെ അന്നഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ലം യഖ്സുദ്, കരുതിയില്ല തഖ്സീസ. ഗൾഫിൽ പോകേണ്ട പിള്ളേരാ. എന്താണ് കഴിഞ്ഞു? അതാണ് ലം യഖ്സുദ്, അല്ലാഹു കരുതിയില്ല തഖ്സീസ നബിയ്യിൻ റൈബി ഫീഹി, ഇതിലുള്ള റൈബിന്റെ നബിയെ പ്രത്യേകമാക്കലിനെ കരുതിയില്ല. മിൻ സായിരിൽ കുത്തുബി, ഏതുപോലെ കമാ ഖസദ, അല്ലാഹു കരുതിയതുപോലെ. തമ്മ, എവിടെ? ലാഫിയ ഖൗലുൻ എന്നതിൽ കരുതിയതുപോലെ ഇവിടെ കരുതിയിട്ടില്ല. ശരിയാ? അല്ലെങ്കിൽ ഔ സിബത്തുഹു, ഒന്നുകിൽ അത് ഖബറാകും അല്ലെങ്കിൽ സിബത്താകും എന്നുള്ളത്. ലാ റൈബ, റൈബില്ല ഫീഹി, ഖുർആനിലായ റൈബില്ല. അതിനകത്തൊരു നമീറെ കൊണ്ടൊന്ന് ആകെ ഇടങ്ങേറാക്കും കേട്ട. സിബത്താക്കിയിട്ട് പിന്നെ ഖബർ വരെ സങ്കല്പിക്കേണ്ടി വരും. അന്നേരം എന്താ അത്തുബുന്നലാഖലി ഖബറു ഫീ ഖബറു ഫീ തഫ്കീഖുൽ ളമീർ ലഅന്ന ളമീറ സിബത്തു ലിർറൈബി വളമീറു ഖബരി ലിലഫ്ദ് ലാ ഫീ ലാ റൈബ അല തഖ്ദീറൈനി സവാഅൻ കാനത് ഫീ ജിൻസ് മുശബ്ബഹൻ ബിലൈസ കദാ ളമീറു ഖബറു ഫീ അൽ മുത്തഖീന എന്ന്. വലിൽ മുത്തഖീന എന്നുള്ളത് ഖബറുഹു, ലാ റൈബ ഫീഹി, റൈബില്ല ഫീഹി, ഈ ഖുർആനിലായിട്ട് റൈബില്ല. ആർക്കില്ല? ലിൽ മുത്തഖീന എന്നുള്ളത്. അതാണ് അത് ഖബറാക്കുന്നത്. അപ്പൊ മുത്തഖീങ്ങളല്ലാത്തവർക്ക് റൈബുണ്ടെന്ന് വരത്തില്ലേ? ഇതെന്തു പണിയാ? മുത്തഖീങ്ങളല്ലാത്തവർക്ക് റൈബുണ്ടായിക്കൊണ്ട് അവിടെ കിടക്കട്ടെ, നമുക്കെന്തോ അത് അവരും റൈബുമായിട്ട് അവിടെ കിടന്നോട്ടെ, നമുക്കെന്തോണം. ലാ റൈബ കായിനം ഫീഹി ആസിലുൽ മുത്തഖീന ഹാല കൗനിഹി, അത് തന്നെ ഹുദൻ എന്നുള്ളത് നസ്ബുൻ അലൽ ഹാലിയ അല്ല ഹുദൻ ലിൽ മുത്തഖീന, അത് തന്നെ മുത്തഖീങ്ങൾക്ക്. ലാ റൈബ ഫീഹി, അത് തന്നെ ലിൽ മുത്തഖീങ്ങൾക്ക്. ആ കിതാബ് തന്നെ ഹുദൻ, ഹുദയായ ഹാലിൽ മുത്തഖീങ്ങൾക്ക് എന്തില്ല? റൈബില്ല. അപ്പൊ ഹുദയല്ലാത്ത ഹാലിൽ റൈബുണ്ടോ എന്നൊക്കെ പറ്റില്ല. ആ തർക്കീബൊക്കെ ഒരുപാട് ഫീ മഫിയ തർക്കീബുകളാണ്. ഹുദൻ നസ്ബുൻ അലൽ ഹാലി, അല്ലെങ്കിൽ അവിൽ ഖബറു മഅദൂഫുൻ കമാ ഫീ ലാ ദൈറ എന്ന് പറയാനുണ്ടല്ലോ ഖുർആൻ ശരീഫിൽ തന്നെ ഉണ്ട്. ലാ ദൈറ അല്ലെങ്കിൽ ലാ ദററ വലാ ദിറാറ, അങ്ങനെയൊക്കെ ഉണ്ട് പറയും. വലിദാലിക, അങ്ങനെ ഖബർ കളഞ്ഞതിന് വേണ്ടിയിട്ടാണ് വഖഫ് ചെയ്തു അലാ റൈബിൻ, റൈബ് എന്നതിന്റെ മേല്. അല്ല ദാലികൽ കിതാബു ലാ റൈബ് ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ എന്ന് പറയും. അല്ല അല അന്ന ഫീഹി എന്നുള്ളത് ഖബറു ഹുദൻ, ഹുദയുടെ ഖബറാണ്. ഹുദയുടെ ഖബറാകുമ്പം പിന്നെ ഹുദ മൂത്തതായില്ലേ? അപ്പൊ ഹുദ നക്കറയല്ലേ? നക്കറയ്ക്ക് നക്കറെ പിടിച്ച് മുത്തയാക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ മറുപടി ആ ഖുദ്ദിമ അലൈഹി, അല്ല അതിനേക്കാൾ മുന്തിക്കപ്പെട്ടു. ലിതങ്കീരി,
والتقدير ഈ പറഞ്ഞതിന്റെ തഖ്ദീർ ലാ റൈബ ഫീ പിന്നെ ലാ പിന്നെന്തിനാ ഫീഹി ഉദൻ പിന്നെ ഫീഹി ഉദനുണ്ടോ ഫീഹി ഖബർ കൊണ്ടാക്കിട്ട് പിന്നെ ഖബർ കളഞ്ഞിട്ട് ലാ റൈബ ഫീഹി എന്നുള്ളത് ഖബർ കളഞ്ഞതിനെ സങ്കല്പിച്ചാണ് അത് ലാ റൈബ ഫീഹി എന്നുള്ളത് പിന്നെ ഫീഹി ഉദനിൽ മുത്തഖീൻ എന്നുള്ളത് മനസ്സിലായോ ഇനി അങ്ങനെ ഒരു തർക്കീബ് ഇങ്ങനെയും തർക്കീബ് ഇങ്ങനെയൊക്കെ കുറെ തർക്കീബുകൾ പറഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കാനായിട്ടുള്ള തർക്കീബുകളെ കൊണ്ട് ഇങ്ങനെ കുടുങ്ങുമായിരിക്കോ അതില്ലല്ലേ